സോ ഹലോ ഗെയ്സ്, ഗെയിമർമാൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്കാണെങ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എടാ ഷിൻചാനെ, നമുക്കൊരു പണി, നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് ഈ നാടൊന്നും വെറുതെ കറങ്ങിയിട്ട് വന്നാലോ? ബെടാ ബോയ് എന്നാൽ പിന്നെ നമുക്ക് വേഗം തന്നെ പോവാം. ബെടാ ബോയ് എന്താടാ? എടാ നീ സമ്മാനപ്പെടും, നമുക്ക് വേഗം തന്നെ പോവാം. ഓക്കെ എടാ ഷിൻചാനെ, നമുക്ക് എന്തായാലും നമ്മളാണെങ്കിൽ അങ്ങനെ കറങ്ങാനായിട്ട് പോവില്ല. അതായത് ഈ നാട് ഒന്ന് ചുറ്റാൻ അത്രേ ഉള്ളല്ലോ, നമ്മുടെ ലോങ് ട്രിപ്പൊന്നുമല്ല, ചെറുതായിട്ടൊന്നൊന്ന് കറങ്ങിയിട്ട് വരിക നമ്മുടെ കാറെടുത്ത്. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ നമ്മുടെ ഈ ഒരു ജോണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താടാ ജോൺ സാധാരണ ഇവിടെ ഫ്രണ്ടിൽ ഒന്നില്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വല്ലതും ഇരിക്കാറാണ് പതിവ്. എന്താടാ അവനെ കാണുന്നില്ലല്ലോ? ചിലപ്പോൾ അകത്ത് കാണും, നമുക്കെന്തായാലും വിളിക്കാം. എടാ ജോണേ ഒന്ന് ഇറങ്ങി വന്നാടാ. ഇവന് എവിടെ പോയി കിടക്കും? അകത്ത് കാണും. എടാ ജോണേ എന്താടാ? നമ്മളെ ആരോ വിളിക്കുന്ന പോലെ തോന്നിയല്ല, നമ്മളെ ആരോ വിളിച്ചു ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നോക്കട്ടെ, ആരാണ് നമ്മളെ വിളിച്ചത് നമുക്കറിഞ്ഞൂടാ. നമുക്കെന്തായാലും പോയി നോക്കാം. ആരോ നിൽപ്പുണ്ടല്ലോ ഗൈസ് അവിടെ. എടാ ഇത് അയൺമാൻ അല്ലേ? എന്താ അയൺമാനെ? എടാ ജോണ്, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ പ്രധാനപ്പെട്ട കാര്യം? അയൺമാൻ എന്തായാലും പറ. എടാ ജോണ്, അത് പിന്നെ എനിക്കിപ്പോൾ വയസ്സായി, എനിക്കിപ്പോൾ ശരീരമൊക്കെ ഭയങ്കര വേദനയാണ്, അങ്ങോട്ട് പഴയ പോലൊരിതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും നാൾ, അതായത് ഇപ്പോൾ വരെ ഈ നാട്ടിലെ അയൺമാൻ ഞാനായിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ നാട്ടിലെ അയൺമാൻ നീ ആയിരിക്കണം. കാരണം ആ താനോസ് ഇങ്ങോട്ട് ഒരു യുദ്ധത്തിന് തന്നെ വരുന്നുണ്ട്, അതായത് ഈ നാട്ടുകാരെയൊക്കെ കൊല്ലാനായിട്ട്. അപ്പം നീ വേണം നാട്ടുകാരെയൊക്കെ രക്ഷിക്കാൻ. എൻ്റെ അയൺമാൻ ദൗത്യം നിനക്ക് തരുക. ഇനി ഞാൻ വേറെ അയൺമാനല്ല, ഇനി ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. അതായത് ഞാൻ ഇനി ടോണി സ്റ്റാർക്കാ, നീ ആയിരിക്കണം ഇനി അയൺമാൻ. എന്താടാ ഞാനായിരിക്കണം ഇനി അയൺമാനാ? ഈ അയൺമാൻ എന്താ ഈ പറയുന്നത്? എടാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ അയൺമാനല്ല, നീ എന്നെ ടോണി സ്റ്റാർക്കെന്ന് വിളിച്ചാൽ മതി. എന്താ? ശരി ടോണി സ്റ്റാർക്ക്. പക്ഷെ ഞാൻ എങ്ങനെയാണ് ടോണി സ്റ്റാർക്കിൻ്റെ ആ സൂട്ടൊക്കെ ഇടുക? അയൺമാൻ ആവണമെങ്കിൽ ഞാൻ സൂട്ട് ഇടണ്ടേ? അതിനെക്കുറിച്ച് നീ പേടിക്കണ്ട, അത് ഞാൻ എൻ്റെ ഈ സൂട്ട് ഞാൻ ഇറങ്ങാം. പിന്നെ നീ ഈ സൂട്ടിൽ കയറിയാൽ മതി, പിന്നെ നീ ഈ സൂട്ട് ധരിക്കും. പിന്നെ ആ താനോസൊക്കെ വരുന്നുണ്ട്, നീ വേണം ഈ നാട് രക്ഷിക്കാൻ. എന്താ അതൊക്കെ ഞാൻ ഇതപ്പോൾ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഈ സൂട്ടിൽ നിന്ന് ഇറങ്ങാം, എന്നിട്ട് നീ കയറിക്കോ ഈ സൂട്ടിലേക്ക്. എന്താ? ശരി എന്തായാലും ടോണി സ്റ്റാർക്ക് ഇതേ ഈ അയൺമാൻ സൂട്ടിൽ നിന്ന് ഇറങ്ങാം, അപ്പോൾ ഞാൻ കയറാം. ഓക്കെ ഗായ്സ്. എടാ ജോണേ, ഞാൻ ഈ സൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ? ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന വെറും സൂട്ടാണോ? അതേടാ ജോണേ, ഇതിപ്പോൾ വെറും സൂട്ടാ. ടോണി സ്റ്റാർക്ക്, അപ്പോൾ ഈ സൂട്ടി തൊട്ട് ഞാൻ കയറട്ടെ? നീ കയറ്. എടാ ഇപ്പം ഞാൻ അയൺമാനായി. ബെടാ ബോയ് അയൺമാനാണോ? അപ്പം ഇനി ഈ നാട്ടിലെ അയൺമാൻ ബെടാ ബോയ് ആണോ? എടാ ഷിൻചാനെ, ഞാനാടാ ഈ നാട്ടിലെ അയൺമാൻ ഇനി മുതൽ. എടാ ജോണെ, നീ സൂട്ട് കൊണ്ട് അകത്ത് വയ്ക്കുക, അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഒന്നും ഈ സൂട്ട് എടുക്കണ്ട, അത്യാവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ ജോണെ. ടോണി സ്റ്റാർക്ക്, നമ്മളിത് കൊണ്ട് വെറുതെ ഒന്നും എടുക്കത്തില്ല, ആവശ്യത്തിന് മാത്രം എടുക്കൂ. ബെടാ ബോയ് എനിക്ക് ഈ സൂട്ടിൽ കയറാവോ? എന്താടാ നിനക്ക് കയറാമോന്ന്? എടാ നിനക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല, കാരണം നീ ചെറുതാ, നിൻ്റെ സൈസിനല്ലല്ലോ ഈ സൂട്ട്, അതുകൊണ്ട് നിനക്ക് കയറാൻ പറ്റത്തില്ല. ഷിൻചാനെ, നമുക്കെന്തായാലും ഈ സൂട്ട് അകത്ത് നമ്മുടെ എവിടെ വെക്കും ഗൈസ്? നമുക്കൊരു പണി, നമ്മുടെ ആ ഒരു ജിമ്മിൽ കൊണ്ട് വെക്കാം നമ്മുടെ സൂട്ട്, അതാകുമ്പോൾ അവിടെ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും അവിടെ കൊണ്ടുവയ്ക്കാം. എടാ ഷിൻചാനെ, നമുക്ക് ഈ സൂട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ഈ നാട് ചുറ്റാനായിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ ആയിട്ടിരിക്കട്ടെ നമ്മുടെ ഈ ഒരു സൂട്ട്, ഇവിടെ തന്നെ വെച്ചേക്കാം. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ എടാ ഷിൻചാനെ ആ സൂട്ട് നോക്കി നിൽക്കാതെ വാ. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ നമ്മുടെ സൂട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി കറങ്ങാൻ പോവാണ്. എടാ ഷിൻചാനെ വേഗം വാ. ഓക്കെ, നമുക്കെന്തായാലും കറങ്ങാൻ പോകും, നമ്മുടെ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകും. പുറത്ത് മഴയുണ്ടെന്ന് തോന്നുന്നു, മഴയില്ലെങ്കിൽ നമുക്ക് ബൈക്കിൽ പോകാം, പക്ഷെ മഴ ഉണ്ടെങ്കിൽ നമുക്ക് കാറിൽ പോവാം. ഓക്കെ എടാ ഷിൻചാനെ വാ, നമുക്കെന്തായാലും കറങ്ങാൻ പോവാം. ബെടാ ബോയ് വേഗം പോവാം. എടാ പോവല്ലേ? എന്താടാ ഈ ടോണി സ്റ്റാർക്ക് പോയില്ലേ? ടോണി സ്റ്റാർക്ക് മഴയൊക്കെ പെയ്യുന്നു, ടോണി സ്റ്റാർക്ക് അകത്ത് പോരി.
എടാ ഫ്രാങ്ക്ലിനെ അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ വെറുതെ നിൽക്കുക. എന്താ ഗൈസ്, നമുക്കാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബൈക്കിൽ പോക്ക് നടക്കത്തില്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ മഴയുണ്ട്. ഓക്കെ എടാ ഷിൻചാനെ, നീ എന്തായാലും വണ്ടി കയറും. ടോണി സ്റ്റാർക്ക് അകത്ത് കയറി ഇരുന്നോ? ഈ ടോണി സ്റ്റാർക്ക് പുറത്ത് നിൽക്കുമോ? ഭയങ്കര മഴ. എടാ ഈ ഷിൻചാൻ ചെറുക്ക എന്തോ ഈ കാണിക്കുന്നത്? എടാ ഒന്ന് കയറ്, ഒന്നാമത്തെ സമയമൊന്നുമില്ല. ഞാനിപ്പോൾ കയറാം. ആ അങ്ങനെ വേഗം കയറ്. ബിക്കോസ് നമുക്ക് എന്തായാലും ഇനി കറങ്ങാൻ പോവാം. ഇങ്ങനെയാണ് കണ്ടോ, എൻ്റെ അടുത്തത് ഇങ്ങനെയാണ് ഷിൻചാൻ ഇരിക്കുന്നത് ഈ വണ്ടിയുടെ അകത്ത്. ഓക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് പോവാം. ഓക്കെ നമുക്ക് ഗേറ്റൊക്കെ തുറന്ന് വാ. ബിക്കോസ് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ആടി സുറ്റാനായിട്ട് പോവാം. ബടാ ബൈ. ഓക്കെ ഗൈസ്, നമുക്കാണെങ്കിൽ അതായത് നമ്മൾ ഈ നാടൊക്കെ ഒന്ന് കറങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. കുറേ നേരം എടുത്തു നമ്മൾ ഈ നാടൊക്കെ ഈ ഷിൻചാൻ ചെറുക്കനെ കൊണ്ട് കാണിച്ചിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ടോണി സ്റ്റാർക്ക് പോയെന്നാണ് തോന്നുന്നു, അല്ലെങ്കിൽ അകത്ത് കാണും. നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ഓക്കെ എടാ ഷിൻചാനെ ഇറങ്ങടാ, നമുക്കൊരു പണിയാണ്. നമുക്ക് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് TV കാണാം ഗൈസ്. യെസ്, അതാണ് നല്ലത്. നമുക്ക് പോയിട്ട് TV കാണാം ഗൈസ്, അതാണ് എനിക്ക് തോന്നുന്നു ബെറ്റർ. ഓക്കെ നമുക്കെന്തായാലും വീടിൻ്റെ മേളിൽ കയറിയിട്ട് നമ്മുടെ ആ ഒരു TV അവിടെ ഓൺ ചെയ്ത്, നമ്മുടെ സൂട്ട് നമ്മുടെ ജിമ്മിലാണ് ഇരിക്കുന്നത്. ഓക്കെ നമുക്കെന്തായാലും ഇനി നമ്മുടെ ഈ ഒരു TV ഓൺ ചെയ്യണം. വാടാ ഷിൻചാനെ, നമുക്കിവിടെ നിന്ന് TV കാണാം. വെയിറ്റ് ചെയ്യാൻ മിനിറ്റ്, എന്താടാ ആരോ വിളിക്കുന്നുണ്ടോ? TV കാണാൻ സമ്മതിക്കത്തില്ല. ആ ഇത് ടോണി സ്റ്റാർക്ക് അല്ലേ? ഹലോ, എന്താ ടോണി സ്റ്റാർക്ക്? എടാ ജോണേ, നീ വേഗം തന്നെ ആ സൂട്ട് ഇട്ടിട്ട് നീ ഈ പുറത്തിറങ്ങാൻ നോക്ക്. എന്താ വേഗം തന്നെ സൂട്ട് ഇട്ടിട്ട് പുറത്തിറങ്ങാം? ടോണി സ്റ്റാർക്ക് എന്താ ടോണി സ്റ്റാർക്ക് ഈ പറയുന്നത്? എടാ അതേ ജോണേ, എടാ നീ വേഗം തന്നെ അമ്മേൻ്റെ സൂട്ട് ഇട്ടോ. ആ താനോസ് ഈ നാട് നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, വേഗം തന്നെ അവനെ കൊല്ല്. എന്താ ആ ടോണി സ്റ്റാർക്ക്, ഞാൻ വേഗം തന്നെ അത് ചെയ്യാം. ഓക്കെ എടാ ഷിൻചാനെ, ആ താനോസ് ആണെങ്കിൽ ഈ നാട്ടുകാരെ കൊല്ലാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ അയൺമാൻ്റെ സൂട്ട് ഇട്ടിട്ട് നാട് രക്ഷിക്കാം. ഞാനും വരാം. എന്താ നീയും വാ. ശരി ഓക്കെ, നമ്മുടെ സൂട്ട് പോയിട്ട് നമുക്ക് എന്തായാലും ഇടാം. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ നമ്മുടെ ജിമ്മിൻ സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒട്ടും സമയം കളയാനില്ല. കാരണം ആ താനോസ് ഈ നാട് മുഴുവനും മൊത്തത്തിൽ നശിപ്പിക്കുന്നതിന് മുമ്പേ നമുക്ക് അവനെ കൊല്ലണം. ഓക്കെ നമുക്കെന്തായാലും ഈ സൂട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏട്ടാ ഷിൻചാൻ, നീ വരുന്നുണ്ടെങ്കിൽ വേഗം വാ, അല്ലെങ്കിൽ ഇവിടെ നിൽക്ക്. ഓക്കെ നമുക്കെന്തായാലും ഈ ഒരു കാറിൽ കയറിയിട്ട് നമുക്ക് പോകും. നമ്മുടെ പവേഴ്സൊന്നും നമ്മൾ വെറുതെ യൂസ് ചെയ്യുന്നില്ല, കാരണം അത്രയും ആ ഒരു പവർ പോവും ഗൈസ്. അതുകൊണ്ടാണ്, കാരണം ഇത് ചാർജ് ചെയ്താണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ എടാ ഷിൻചാനെ, ഇവൻ എന്തോ ഈ കാണിക്കുന്നു? നേരെ ചൊവ്വ കാറിലും കയറാൻ അറിഞ്ഞൂടാ. വണ്ടി വിട്. എന്താടാ വണ്ടി വിടാനാടാ? ശരി ശരി. ഓക്കെ ഗേറ്റ് തുറക്കാനായിട്ട് ചെറിയ താമസം എടുക്കുന്നുണ്ട്. ഇതെന്തോ ഉണ്ട്. ഓക്കെ നമുക്കെന്തായാലും ഇനി നമ്മുടെ ആ നാട്ടിലോട്ടൊന്ന് ഇറങ്ങി നോക്ക്. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ആ താനോസ് അലമ്പുണ്ടാക്കുന്നത്. ഈ നാട് മൊത്തത്തിൽ ഞാൻ നശിപ്പിക്കുക. ഈ ആൾക്കാരെ മൊത്തത്തിൽ ഞാൻ കൊല്ലും. ഇവരെയൊക്കെ കൊന്നിട്ട് അയൺമാനെയും ഞാൻ കൊല്ലും. ചാവടാ ചാവ്. നമുക്ക് ഇവരെയൊക്കെ RPG കൊണ്ട് പൊട്ടിക്കാം. അല്ല പിന്നെ എല്ലാത്തിനെയും കൊല്ലും. പോലീസ് വന്നാലും നമുക്കൊരു ചുക്കുമില്ല. ഈ നാട്ടിലെ ആൾക്കാരെ എല്ലാം കൊല്ലും. പറയുമ്പോൾ തന്നെ പോലീസ് വന്ന്, ഈ പോലീസൊക്കെ എന്ന് വന്ന് ഈ താനോസിൻ്റെ അടുത്ത് കളിക്കാറായ പോലീസ് ജീപ്പേ നമ്മൾ കത്തിച്ച് കളഞ്ഞ. അല്ല പിന്നെ നമ്മളെ മൊത്തത്തിലും കൊല്ലും. പോലീസിനൊന്നും നമുക്ക് പേടിയില്ല. പോലീസൊക്കെ എന്ന് വന്ന്. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ ഈ ഒരു താനോസ് അലമ്പുണ്ടാക്കുന്ന എവിടെ? വെയിറ്റ് മിനിറ്റ്, എന്താടാ അവിടെ ആരോ നിൽപ്പുണ്ടല്ലോ. എടാ താനോസ് അല്ലേ? എനിക്ക് തോന്നുന്നു അവൻ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ കൊന്നിട്ട് അവൻ അവിടെ നിൽക്കുമെന്ന് തോന്നുന്നു. ഓക്കെ നമുക്കെന്തായാലും നേരിട്ട് കയറി ചെല്ലണം. നമുക്കൊരു പണിയാം, നമുക്ക് RPG കൊണ്ടുവന്ന് പൊട്ടിച്ച് നോക്കാം. അവൻ ചാവുവാണെങ്കിൽ ചാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ പവർ എടുക്കാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ നമുക്കെന്തായാലും RPG കൊണ്ട് പൊട്ടിക്കാം. അവൻ ചാവുമോ എന്നറിഞ്ഞൂടാ. ഓക്കെ പൊട്ടിയിട്ടുണ്ട്, നമുക്കെന്തായാലും നോക്കാം. എടാ അവൻ ചത്തട, അവൻ താഴെ വീണ്. ഗൈസ് അത് വർക്കൗട്ടാണ്, നമ്മുടെ പവറിന് എടുക്കേണ്ട ആവശ്യം വന്നില്ല.
ഓക്കെ എടാ അതേ അവൻ ചത്തിട്ട് മാഞ്ഞും പോയിട്ടുണ്ട്. എടാ ഷിൻചാനെ നമ്മുടെ ആ ഒരു സംഭവം വർക്കൗട്ടായിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമ്മളാണെങ്കിൽ ഇതേ ആ താനോസിനെ കൊന്നിട്ടുണ്ട്. അവൻ ചത്തിട്ട് അവൻ മാഞ്ഞും പോയി. ഗൈസ് പോലീസൊക്കെ വന്നായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഞാൻ നല്ലതിന് വേണ്ടിയാണ് ചെയ്തതെന്ന്. ഓക്കെ അവനെ കൊന്നപ്പോൾ പോലീസുകാരൊക്കെ വന്ന് പിന്നെ പോലീസുകാരൊക്കെ പോയി ഗൈസ്. ഓക്കെ എടാ ഷിൻചാനെ വേഗം കയറി. ഓക്കെ ഗൈസ് നമ്മളാണെങ്കിൽ അയൺമാനായിട്ട് ഈ താനോസിനെ കൊന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു നാട് ഞാൻ രക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും ഇനി നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഗൈസ് സത്യം പറയാൻ നമ്മുടെ വീടിൻ്റെ അടുത്തായിരുന്നു ഈ താനോസ് വന്നത് ഗൈസ്. അതായത് നമ്മുടെ വീട് കണ്ടോ, ഈ സൈഡിൽ കാണുന്ന മതിലൊക്കെ നമ്മുടെ വീടാണ്. നമുക്കെന്തായാലും ഇനി നമ്മുടെ വീട്ടിലോട്ട് പോവാം. അധികം ദൂരമൊന്നുമില്ല കണ്ടോ, ഇങ്ങോട്ട് വളയുമ്പോൾ തന്നെ നമ്മുടെ വീടാണ്. ഓക്കെ ഗൈസ് നമുക്കെന്തായാലും നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് പോവാം. ഓക്കെ നമ്മളെന്തായാലും താനോസിനെ കൊന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ താനോസിനെ കൊന്നു ഗൈസ്. നമ്മുടെ പവറൊന്നും എടുക്കേണ്ടി വന്നില്ല. ഓക്കെ നമുക്കെന്താ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കട്ടെ. ബൈക്ക് ഓക്കെ കുഴപ്പമില്ല. ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.